ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ 100% ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് പലരും തന്നെ നമ്മളെല്ലാവരും തന്നെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം കോൺഷ്യസ് ആയിട്ടിരിക്കും. ആൻസൈറ്റി നമുക്ക് കൂടുതലായിരിക്കും. പ്രഗ്നൻസി എപ്പോൾ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ആലോചിച്ച് നമ്മൾ ഒരുപാട് ആൻസൈറ്റിയോടുകൂടി ഇരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കേൾക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത്. നമുക്ക് ആൻസൈറ്റി മൂലം നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞ് ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യരുത്. നമ്മളെപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് 2 വീക്സ് എങ്കിലും വെയിറ്റ് ചെയ്യുക മിനിമം. അതല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് പീരീഡ് മിസ്സായിട്ട് 10 days എങ്കിലും കാത്തിരിക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട തലകറക്കം, ക്ഷീണം, വോമിറ്റിംഗ്, ഗ്യാസ് ട്രബിൾ, ബ്ലാക്ക് സ്റ്റൂള്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പക്ഷേ അതൊരിക്കൽ പോലും നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിലായിട്ട് ആ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളർന്ന് തുടങ്ങുന്ന ആ ഒരു സമയം, ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ആകും. ഈ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ആയതിനു ശേഷമാണ് നമുക്ക് ഈ HCG നമ്മുടെ യൂറിനിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം ആ ഒരു HCG നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന അത്ര ലെവലിൽ എത്തുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. 99.9% നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പീരീഡ് മിസ്സായിട്ട് അറ്റ്ലീസ്റ്റ് 10 days എങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. 10 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് റിസൾട്ട്, നിങ്ങൾക്ക് പീരീഡ് ആയിട്ടില്ല എങ്കിൽ എഗെയിൻ 5 days കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത് ഏർലി മോർണിംഗിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഏർലി മോർണിംഗിലെ യൂറിനിൽ കൂടുതൽ HCG കണ്ടൻറ്റ് അടങ്ങാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. മറ്റുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ 4 മണിക്കൂറിന് മുമ്പായിട്ടൊക്കെ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നിങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ ആ ലെവൽ നമ്മുടെ HCG ലെവലുമായിട്ട് കലരുകയും നമുക്ക് റിസൾട്ട് കൃത്യമായിട്ടുള്ളത് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ HCG ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഏർലി മോർണിംഗിൽ നമ്മുടെ ഫസ്റ്റത്തെ യൂറിൻ നമ്മൾ ഇടയ്ക്കൊക്കെ ഇടവിട്ട് മൂത്രമൊഴിച്ചതിന് ശേഷം യൂറിൻ ചെക്ക് ചെയ്ത് നോക്കരുത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ നമ്മൾ യൂറിനേഷനൊന്നും നടത്താതെ ഇരുന്നിട്ട് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതല്ല നിങ്ങൾ മോർണിംഗിലാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറത്തേക്ക് നിങ്ങൾ വെള്ളം കൂടുതൽ കുടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൃത്യമുള്ളതായിരിക്കും. ഓക്കെ, രാത്രി നമ്മൾ ഇടവിട്ട് യൂറിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇടവിട്ട് നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോഴൊക്കെ വെള്ളം കുടിച്ച് കിടന്നതിന് ശേഷം നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏർലി പ്രഗ്നൻസി ടൈമിൽ, അതായത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൃത്യമായിക്കൊള്ളണമെന്നില്ല. കൂടുതൽ അങ്ങോട്ട് പോകും തോറും ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. തുടക്കത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഏർലി മോർണിംഗിലും ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഒരുപാട് വെള്ളം കുടിക്കുന്നതിന് മുൻപായിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റാണോ ഉപയോഗിക്കുന്നത് ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലുള്ള അവർ പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവർ ചിലപ്പോൾ 2 ഡ്രോപ്സ് യൂറിൻ ഇടാൻ പറയും, ചിലർ 3 ഡ്രോപ്സ് യൂറിൻ ഇടാൻ പറയും. അതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ്, എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം, എത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനൊക്കെ അവർ പറയുന്നുണ്ടാകും. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ യൂറിൻ എടുക്കുന്ന കണ്ടെയ്നർ കൃത്യമായി കഴുകി തുടച്ചതിന് ശേഷം യൂറിൻ എടുക്കുക. അതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ കണ്ടെയ്ൻസ് വെള്ളം കൂടുതലായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ അംശം കൂടുതൽ അതിനകത്തുണ്ടെങ്കിൽ ആ റിസൾട്ട് നമുക്ക് കൃത്യമായിക്കൊള്ളണമെന്നില്ല കിട്ടുന്നത്.
അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും എടുക്കുമ്പോൾ പാത്രം വൃത്തിയായി കഴുകി തുടച്ചതിന് ശേഷം മാത്രം അതിനകത്ത് യൂറിൻ എടുക്കുക. ചിലരിൽ യൂറിൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പാത്രം അവർ വെച്ചിട്ടുണ്ടാകും, ചെറിയൊരു സാധനം അവർ വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ അതിൽ യൂറിന് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പാത്രം കൃത്യമാണ്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കൃത്യമായിട്ടുള്ളത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. ചിലർ പറയാറുണ്ട്, ഫസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, ഒരു ലൈൻ മാത്രമേ കണ്ടുള്ളൂ, നെഗറ്റീവായിരുന്നു. പക്ഷേ ഇത് കളയാൻ നേരത്തെ എടുത്ത് നോക്കിയപ്പോഴേക്കും രണ്ടാമതൊരു ലൈൻ കൂടി കണ്ടു. അപ്പോൾ അതിനർത്ഥം പോസിറ്റീവ് ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനർത്ഥം നെഗറ്റീവ് ആണെന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ലൈനിൻ്റെ എഫക്റ്റ് കൊണ്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നതായിരിക്കും ആ ഇവാപ്പറേഷൻ ലൈൻ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ലൈൻ വന്നതിൻ്റെ എഫക്റ്റ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് ആ ഇവാപ്പറേഷൻ ലൈൻ. ആ ലൈനിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള അത്രയും സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നോക്കുക. അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ എടുത്ത് കളയാൻ പോകുന്ന സമയത്ത് കാണുന്ന ലൈനോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടുന്നതെങ്കിൽ കൂടി തന്നെ നമുക്കത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർ തന്ന ആ ലിമിറ്റിനുള്ളിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതാണ് കൃത്യമായിട്ടുള്ള റിസൾട്ട്. അത് കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പീരീഡ് മിസ്സായി ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് എങ്കിലും മിനിമം കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% കറക്റ്റായിട്ട് പ്രഗ്നൻസി റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും. നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ ചെക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 99% വരെ നമുക്കിത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കാർ ടെസ്റ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ചെയ്തത്. അപ്പോൾ അവരോട് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വേറെ സെപ്പറേറ്റ് ഒരു ബ്ലഡ് ടെസ്റ്റോ ഒരു യൂറിൻ ടെസ്റ്റോ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നേഴ്സിനോട് ചോദിച്ചു, ഇവിടെ വേറെ രീതിയിലൊന്നും ചെക്ക് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാർ ടെസ്റ്റ് ചെയ്തില്ലേ, അത് 100% ആക്യുറേറ്റ് ആയിരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ പല ഡോക്ടേഴ്സ് ഇത് ട്രസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.